ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ. അപ്പോൾ ഈ സൺഡേ ഇങ്ങനെ ഒരു ചെറിയ ഫംഗ്ഷൻ ഡേ ആയിട്ട് അങ്ങ് പോയിട്ടോ. അതിൻ്റെ തിരക്കും ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ ഇച്ചുപ്പാടെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റത്തെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ 6-ാം തീയതി ആയിരുന്നു. അന്ന് ചെറുതായിട്ടൊക്കെ ഒന്നങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് വിട്ട് ഗ്രാൻഡ് ഫംഗ്ഷൻ എല്ലാവരെയും വിളിച്ചിട്ട് നടത്തുന്നത് ഇന്നാണ് കേട്ടോ. ഇപ്പോൾ 12-ാം തീയതി. അപ്പോൾ അതേ രാവിലെ തന്നെ ഇച്ചുപ്പാടെ മാംച്ചിക്ക് ഏതായാലും പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നടു ചെറുതായിട്ടൊന്ന് വിലങ്ങി. അപ്പോൾ ഇന്നുവിനെ എടുത്തിട്ട് ഇക്ക പതുക്കി ഒന്നങ്ങ് കുനിഞ്ഞ് നിവർന്നപ്പോൾ നടു അങ്ങ് വിലങ്ങി. കുറേ നേരമൊക്കെ പുള്ളി സഹിച്ച് പിടിച്ച് നിന്ന് നോക്കി കേട്ടോ. ലാസ്റ്റ് വേദന സഹിക്കാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏക ആശ്രയം വാപ്പിച്ചിൻ്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞ് വന്നതാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരത്തെ വരില്ല, നിങ്ങൾ വരണ്ടാന്ന് തന്നെയാണ് കേട്ടോ ഉമ്മച്ചി പറഞ്ഞിരുന്നേ. കാരണം ഇവിടെ ഡെക്കറേഷൻ്റെ പരിപാടിയുടെ ഇടയ്ക്ക് ഞാൻ രാവിലെ തന്നെ ഹാജരായ എൻ്റെ മക്കൾസ് ഇതുപോലെ അലമ്പായിരിക്കും കേട്ടോ. ബലൂണൊക്കെ വീർപ്പിച്ചതിൻ്റെ പകുതി മുക്കാലും അവർ പൊട്ടിച്ചിട്ടുണ്ട്. സാധാരണ മക്കൾസിനൊക്കെ ഈ ബലൂൺ പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കൂലേ. എന്നാൽ എൻ്റെ കുഞ്ഞിതിനും ഇവിടുത്തെ ആങ്ങളയുടെ കുഞ്ഞിതിനും, അതായത് ആലുക്കുട്ടനക്കും ഇച്ചുപ്പാക്കും ഈ ബലൂൺ പൊട്ടിക്കണതാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടം. ആ പൊട്ടണ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നല്ല ഇഷ്ടം. അതുകൊണ്ട് ഞെക്കി ഇങ്ങനെ പൊട്ടിച്ച് കളയും. ഓരോ കളികളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമയമാകുമ്പോൾ മാത്രമായിട്ട് വരുള്ളൂ, നേരത്തെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. എവിടെ നടു വിലങ്ങിയത് കാരണം രാവിലെ തന്നെ ഓടിപ്പടിച്ച് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയായി. പിന്നെ പാപ്പിച്ചി മാങ്ങളെയും തിരുമലായി, ഞെട്ടൊടിക്കലായി, അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറച്ചൊരാശ്വാസമായി. ഇക്ക അവിടെ റെസ്റ്റിങ്ങിലിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് കൂടി. മക്കൾസ് അലമ്പ് കൂടിയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ വീട്ടിൽ പോയി വൈകുന്നേരം ഫംഗ്ഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപാണ് ഞങ്ങൾ റെഡിയൊക്കെ ആയി വരണത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വന്നപ്പോഴത്തേനും ആങ്ങളെ മസിലൊക്കെ വിരിച്ച് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ വരണ്ട്. അപ്പോൾ അവരാദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ആളുടെ ആങ്ങളുടെ നാത്തൂൻ്റെ ഇൻ്റർകാസ്റ്റ് മാരേജാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അമ്മയും ചേച്ചിയും ചേട്ടനൊക്കെ വന്ന് വീടും ഒക്കെ കാണുകയും പരിപാടികൾക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത കുറേ കസിൻസും റിലേറ്റീവ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊന്നും ഇതുവരെ വീട്ടിൽ വരുമോ കാണുമോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് മോളുടെ ബർത്ത്ഡേക്ക് അങ്ങനെ വരാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇച്ചിപ്പോൾ നല്ല ഹാപ്പിയാണ്, ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ആ ചിരിയിൽ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വന്നപ്പോഴത്തേനും അലങ്കാരങ്ങളൊക്കെ ഒരു പ്രകാരം കഴിഞ്ഞിട്ടുണ്ട്. വന്ന് കയറിയതേ എൻ്റെ മക്കൾസ് അലങ്കാരങ്ങളിൽ നിന്ന് വലിയ വലിയ ബലൂണുകൾ നോക്കി കൈക്കലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 പല്ലൊക്കെ കാണിച്ച് ചിരിച്ച് ആളെ മയക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ വന്ന് ഒന്ന് സെറ്റായപ്പോഴത്തേനും നാത്തൂൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ദൂരേന്ന് വരണോണ്ട് തന്നെ എല്ലാവരും ട്രാവലറൊക്കെ വിളിച്ചാണ് എത്തിയേക്കണേ. അങ്ങനെ അവരെല്ലാം സ്വീകരിച്ച് അകത്തിരുത്തി വെള്ളമൊക്കെ കൊടുത്ത് ഇനി ഞങ്ങൾക്ക് കേക്കൊക്കെ എടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ കേക്ക് എടുക്കാൻ പോണതിന് മുമ്പിട്ട് ഇവർ വന്നായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേനും അവരെന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസവും നല്ല മഴയായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ പരിപാടിയും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് മഴയും കൂടെ വന്ന് എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിലിരുന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് അൽഹംദുലില്ലാ ഇന്ന് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പരിപാടി വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കടന്നു പോയിട്ടോ. അങ്ങനെ നാത്തൂൻ്റെ ആളുകളൊക്കെ വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് നാത്തൂൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ ചെറുതായിട്ടൊന്നങ്ങ് മഴ പൊടിഞ്ഞു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് പോയി കേക്ക് എടുത്തിട്ട് വരാം, അപ്പോൾ പിന്നെ ആ ഒരു പണിയും കഴിയും. ഫുൾ തിരക്കാവണതിന് മുമ്പിട്ട് നമ്മുടെ ഡ്യൂട്ടി അങ്ങ് കഴിച്ചേക്കാമെന്ന് വെച്ചാൽ ഞാനും കൈയും കൂടെ കൂടിയിട്ട് കേക്ക് എടുക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ മക്കളെയൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോണേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ഥിരമായിട്ട് ഞാൻ കേക്ക് മേടിക്കാറുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ കേക്ക് ഇത്തവണയും മേടിച്ചത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അത് മാത്രമല്ല കേട്ടോ, ഈ തട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഡിസൈനാണോ പുള്ളിക്കാരിക്ക് കൊടുക്കണേ ആ ഡിസൈൻ നമുക്കിടെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്ത് തരും കേട്ടോ. അവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണെങ്കിൽ അയ്യോ ഇത് കുറേ ബഡ്ജറ്റാവും, അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. എന്നാൽ ഇതിലിങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ആ ബഡ്ജറ്റിൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു തീമിൽ തന്നെ ചെയ്ത് തരാമെന്ന് പറയും. നമ്മൾ നേരത്തെയൊക്കെ
പലയിടത്തുനിന്ന് ഇങ്ങനെ കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 പേരൊക്കെ അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും ചിലവരൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി എത്തിയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഉപ്പായും ഉമ്മായൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പായും ഉമ്മായും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞാവകൾ രണ്ടും അവരുടെ കൂടെ കൂടി. അങ്ങനെ ആളുകൾ ഓരോന്ന് എത്തി തുടങ്ങിയപ്പോഴത്തേനും ബർത്ത്ഡേ ഗേള് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിമണിയായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് ആളിരിക്കണേ. അപ്പോൾ കരച്ചിലേക്ക് പോവാതിരിക്കാൻ എല്ലാവരും മാക്സിമം അവളെ കംഫർട്ടാക്കി തന്നെയാണ് കേട്ടോ വയ്ക്കണേ. അപ്പോൾ ഇന്നുമോൾ അവക്കടെ ബെസ്റ്റ് ഫ്രണ്ട് അവക്കടെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ഇന്നൂച്ചിനോടാണ് കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടം. അവർ രണ്ടുപേരും നല്ല കൂട്ടാണ്. അങ്ങനെ അവിടുത്തെ അങ്കപ്പാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേനും എൻ്റെ ഇളയ നാത്തൂനും അളയനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ കൊടുന്ന ഗിഫ്റ്റൊക്കെ നാത്തൂൻ്റെ മോള് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും പതുക്കെ ചെറുതായിട്ടൊന്നും അങ്ങനെ കരഞ്ഞും ചിണുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. ഉമ്മായും വാപ്പിച്ചിയും ഉപ്പായും ഒക്കെ നല്ല സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനുകളിലാട്ടോ. കുഞ്ഞുമക്കൾ ഏതായാലും അവിടെ കൂടിയിട്ടുണ്ട്. പിന്നെ ബലൂൺ എടുത്തിട്ട് മക്കൾ നല്ല കളിയാണ്. ബലൂണൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മക്കൾ അങ്ങനെ അടങ്ങിയിരിക്കില്ലല്ലോ അല്ലേ. വരുന്നവരും നിന്നവരും പോന്നവരും ഒക്കെ മൊത്തത്തിൽ ബലൂൺ തട്ടലും കളിക്കലും ഒക്കെ ആട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ കുഞ്ഞാവുകൾ നല്ല ചിരിച്ച് കളിച്ചൊക്കെ അങ്ങനെ നിൽക്കണം. മോൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിണുങ്ങി കരച്ചിലും ഒക്കെ ആയിട്ട് മടിയിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ അമ്മായിയും അനിയത്തിയും ഒക്കെ വന്നു കേട്ടോ. അവരുടെ ചേച്ചിയും ചേട്ടനും കുറച്ച് താമസിച്ചാണേ വന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവരോടെ വന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങളിരുന്നത്. അപ്പോൾ ചേച്ചിയും ചേട്ടനും വന്നതിൻ്റെ പുറകെ തന്നെ എൻ്റെ മൂത്ത അളിയനും നാത്തൂനും മക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വിളിച്ചവരൊക്കെ അങ്ങനെ പെട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ കൊടുന്ന ഗിഫ്റ്റ് അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ ബാക്കിയുള്ളവരൊക്കെ കട്ട് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള രീതിയിൽ വയ്ക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആണുങ്ങളൊക്കെ പള്ളിയിലൊന്ന് പോയിട്ട് വന്ന ഗ്യാപ്പിൽ ഞങ്ങൾ കേക്കൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്ന് പിന്നെ പുറത്തൊക്കെ ഇരിക്കണവരെയൊക്കെ അകത്തേക്കൊന്ന് വിളിച്ചു കൂട്ടി കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചതിൽ എൻ്റെ ഇളയ അമ്മായിക്ക് മാത്രം വരാൻ പറ്റിയില്ലേ. അപ്പോൾ ആളുടെ മരുമകളിങ്ങനെ ഡെലിവറിയും അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് ബല്ലയ്ക്ക് മാത്രം പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബാക്കി എല്ലാവരും കൂടി അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് സന്തോഷമായിട്ട് കൂടി ചേർന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലും ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ നിന്നപ്പോഴത്തേനും വാപ്പയുടെയും ഉമ്മയുടെയും കയ്യിലേക്ക് പോണില്ല കേട്ടോ. വാപ്പപ്പ തന്നെ എടുത്താൽ മതി എന്നുള്ള വാശിയാണ്. പിന്നെ കൂടുതൽ കരയിക്കാതെ വാപ്പപ്പ തന്നെ മോളെയും കൊണ്ട് കേക്ക് മുറിക്കാനായിട്ട് നിന്നു കേട്ടോ. വാപ്പി ഉമ്മയും ഇടവും വല്ലതും നിൽക്കട്ടെ. അങ്ങനെ ആങ്ങളെ നാത്തൂനും അപ്പുറം ഇപ്പുറം നിന്ന് വാപ്പിച്ച് അവളെയും കൊണ്ട് കേക്ക് കട്ട് ചെയ്യുവാണ് കേട്ടോ. ആൾ പിന്നെ വാശിയെടുത്ത് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേക്ക് കട്ട് ചെയ്യാനോ ഒന്നിനും നിൽക്കില്ല. വെറുതെ പരിപാടി കൊളാക്കണ്ടല്ലോ എന്നോർത്ത് വാപ്പപ്പ തന്നെ മുന്നിട്ടിറങ്ങി മോളെയും കൊണ്ട് കേക്കൊക്കെ ഒന്ന് അങ്ങ് കട്ട് ചെയ്യിച്ചു കേട്ടോ. അങ്ങനെ 1 വയസ്സായ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ ഗ്രാൻഡായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെയും കൊണ്ട് പറ്റും പോലെ ചെറിയ രീതിയിൽ നാളത്തേക്ക് അവർക്കൊരു ഓർമ്മ അത്രേ ഉള്ളേ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. കേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടോ. ആൾക്കല്ലെങ്കിലും ഇതുപോലുള്ള ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ മക്കളും സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇന്നാപ്പി പയ്യെ കേക്കിൻ്റെ അങ്ങോട്ട് കൈയൊക്കെ ചൂണ്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് അവളുടെ ദിവസമല്ലേ. അപ്പോൾ ഇച്ചുവിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മക്കൾസിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ രണ്ടാമത്തെ മോന് ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് അവൻ ഇടയ്ക്ക് കയറി കട്ട് ചെയ്തും കൈയിട്ടും ഒക്കെ ആയിട്ട് കേക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ അമ്മ കൊടുന്ന ഗിഫ്റ്റൊക്കെ മോൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞി മണിക്കൊലുസായിരുന്നു കേട്ടോ കൊടുന്നത്. പിന്നെ അതൊക്കെ ഇടിപ്പിച്ചൊക്കെ കൊടുത്തു. പിന്നെ വന്നവരെല്ലാം കേക്ക് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെ ഒരു മേളമായിരുന്നു എന്ന് പറയാം കേട്ടോ. കുറേ നേരമൊക്കെ ആൾ അലമ്പൊന്നും എടുക്കാതെ നിന്നു. ഇതിനിടയ്ക്ക് എൻ്റെ 2 മക്കൾ തകൃതിയായിട്ടുള്ള കരച്ചിലും ബഹളവും ഒക്കെയാണ് കേട്ടോ. മൊത്തത്തിൽ പരിപാടി കൊളാക്കി കൈ തന്നത് എൻ്റെ മക്കളാണെന്ന് പറയാം. പിന്നെ ഉപ്പായും ഉമ്മായും നാത്തുമാരും ഒക്കെ ഉണ്ടായിരുന്ന കാരണം എല്ലാവരും മാറി എടുത്ത് കുറച്ചൊക്കെ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടോ. ലാസ്റ്റ് എഡിറ്റ് ചെയ്യാനിരുന്ന് കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ 1-2 ഭാഗത്ത് ഞാൻ വന്നു ആ ഒരവസ്ഥയായേ.
എൻ്റെ മക്കൾ കരച്ചിൽ കൂടിയതുകൊണ്ട് എനിക്കും ഇക്കാക്കും ഇച്ചിപ്പാക്കും ഒരു കേക്ക് കൊടുക്കാനോ അവളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. ഞാൻ ക്യാമറമാനായപ്പോൾ ആ അവസ്ഥ നോക്കിക്കേ. അങ്ങനെ അമ്മായിയുടെ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി ഉടുപ്പുണ്ട്, പിന്നെ ഫുഡൊക്കെ കഴിക്കാനിരുത്തുന്ന ചെയറില്ലേ അതുമാണ് കേട്ടോ അവർ കൊടുന്നത്. ഞാൻ ആൾക്ക് ഒരു കുഞ്ഞി ചെയറും സൈക്കിളും വാങ്ങി നേരത്തെ തന്നെ കൊടുത്തായിരുന്നു കേട്ടോ. ആ വീഡിയോയൊന്നും അന്ന് കൊടുത്ത തിരക്കിലെടുത്തില്ല. അന്ന് ഇതുപോലെ എന്തോ അലമ്പിലായിരുന്നു കേട്ടോ ആള്. കരച്ചിലും വാശിയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. എന്തായാലും ആൾക്ക് കുറേ ഉടുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മോതിരം, കൊലുസ്, സൈക്കിള്, ചെയറ്, അങ്ങനെ എന്തായാലും 1 വയസ്സിൻ്റെ ബർത്ത്ഡേ ആൾക്ക് ഹാപ്പി ആയിട്ടുണ്ട്. വലിയ അലമ്പുണ്ടാക്കാതെ നിന്നുകൊണ്ട് അങ്ങനെ അങ്ങ് പരിപാടി കഴിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇനി മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒന്ന് എത്തിച്ച് കൊടുക്കാനാട്ടോ. ആ ഒരു ഡ്യൂട്ടി എനിക്ക് കിട്ടിയേ. ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് എല്ലാവർക്കും തുല്യം പോലെ തന്നെ മുറിച്ച് എല്ലാവർക്കും എത്തിച്ചു കേട്ടോ. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു സങ്കടമാവുമല്ലോ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡിങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണി ആയിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. പിന്നെ ആദ്യം അനീത്തി അത് ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇളക്കാനായിട്ട് നോക്കി പരാജയപ്പെട്ട് ആങ്ങളെ തന്നെ വന്ന് അത് ഏറ്റെടുത്തു കേട്ടോ. അങ്ങനെ അളിയനും ഇക്കായും വാപ്പിച്ചിയും അനീത്തിയും എല്ലാവരും കൂടി തകൃതിയായിട്ട് വിളമ്പങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ആലപ്പുഴയിൽ നിന്ന് വന്നതായതുകൊണ്ട് അവർക്ക് പോകാൻ തിരക്കുള്ളതുകൊണ്ടും ഫസ്റ്റ് അവരെ തന്നെ അങ്ങ് ഇരുത്തിയിട്ടോ. അങ്ങനെ അവർക്ക് ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റാണ് മായിയും ഇത്താമാരും ഒക്കെ വന്നത്. പിന്നെ അവരുടെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരും കുറച്ച് നേരം വീഡിയോയ്ക്കൊക്കെ നിന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ വന്നവർ ഓരോരുത്തർ പോയി. തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തില്ല, ലാസ്റ്റ് ഇവരായിട്ട് ഇറങ്ങണേ. അങ്ങനെ ഇന്നത്തെ പരിപാടി ഗ്രാൻഡായിട്ട് കഴിഞ്ഞു. പുറകെ ഞങ്ങളും വീട്ടിലായിട്ട് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.